ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് വിഷു എഡിഷൻ. ഓഫീസിൽ ഇന്ന് വിഷു സെലിബ്രേഷൻ ആണ്. തീമായിട്ട് ട്രഡീഷണൽ ആണ് പറഞ്ഞെങ്കിലും ഞാൻ സാരി ഉടുക്കണില്ല എന്ന് വെച്ചു, കാരണം കുറേ വർക്ക് ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങോട്ട് ചുരിദാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒരുപാട് ഒരുങ്ങലിൽ അങ്ങനെ എക്സ്പേർട്ട് ഒന്നും അല്ലെങ്കിലും ഞാൻ ആകെ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റ് ആണ് ഞാൻ ഈ കാണിച്ചത്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും പൗഡറും ആണ് ഞാൻ യൂസ് ചെയ്യാറ്. പിന്നെ കണ്ണെഴുതുന്നത് എനിക്ക് പണ്ടേ ഒരു വീക്ക്നെസ് കാര്യമായതുകൊണ്ട് അത് ഞാൻ നല്ല വൃത്തിക്ക് മനോഹരമായിട്ട് ഞാൻ ചെയ്യാൻ എനിക്കറിയാം. ഇപ്പം ആൾക്കാരൊക്കെ പറയാറില്ല ഒന്നും ചെയ്തില്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ തന്നെ മതിയെന്ന്. പണ്ട് എനിക്കത് കണ്ണെഴുതലായിരുന്നു. ഒന്നും ചെയ്തില്ലെങ്കിൽ കണ്ണ് മാത്രം ഞാൻ എഴുതിയിട്ട് പോയിന്നൊരു കാലം ഉണ്ടായിരുന്നു. ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഞാൻ കുറച്ച് നാളെയായിരുന്നു. അങ്ങനെ ബസന്തിന്ന് ഗായത്രിയിലേക്ക് മാറിയ സ്ഥിതിക്ക് ഇനി ഡ്രസ്സും കൂടി മാറിയിട്ട് നല്ല സുന്ദരിയാവാം. ഈ ഡ്രസ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ഇത് ഞാൻ പുതിയതായിട്ട് തയ്പ്പിച്ചാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് ഇടുന്നത്. ഈ ഒരു ദിവസത്തിന് വേണ്ടി മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുമായിരുന്നു ഇടാൻ. അങ്ങനെ ഫൈനൽ സ്റ്റെപ്പായി മുടിയും കൂടി ചെയ്യിക്കഴിഞ്ഞ് ഞാൻ പണി തീർന്നു. മറന്നുപോയി, ആക്സസറീസ് വേണമല്ലോ, അത് നിർബന്ധമാണല്ലോ. വലിയ ആഡംബരമൊന്നുമില്ല. ഒരു കയ്യിൽ വാച്ച് കെട്ടുന്നതുകൊണ്ട് മറ്റേ കൈ ഫ്രീ ആയതുകൊണ്ട് അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് വളകൾ അടിച്ച് മാറ്റിയിട്ട് ആ വളകൾ ഞാൻ ഇട്ടു. ഇയറിങ്സ് ഞാൻ മാറ്റിയില്ല, കാരണം അത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഇട്ടത്. അപ്പോൾ പിന്നെ അത് തന്നെ ധാരാളം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഫുഡും കൂടി കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും കൂടി ഇട്ടപ്പോഴേക്കും ഫൈനൽ ടച്ച് സെറ്റായി. എങ്ങനെയാണ്, സ്റ്റൈലായില്ലേ? അടുത്ത ഷോർട്സിൽ ഓഫീസിലെ വിഷു വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ.